എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് തലസ്ഥാനമായ ഡെഹ്റാഡൂണിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏഞ്ചൽ ചക്മ. ഡെഹ്റാഡൂണിലെ ഏതോ ഒരു കോളേജിൽ MBAക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കൂടെ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയിരിക്കുമായിരുന്നു. ആ സമയത്ത് അവിടെയുള്ള ചില ചെറുപ്പക്കാർ അല്ലെങ്കിൽ കുറേ ആളുകൾ ഇവരെ മോമോസ് എന്നും ചിങ്കി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നു. ഇവർ പ്രകോപിതരാകുന്നു. ഇത് ചോദിക്കാൻ ചെല്ലുന്നു, പരസ്പരം വഴക്കാകുന്നു. ഈ ഏഞ്ചൽ ചക്മയും അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഇവർ മർദ്ദിക്കുന്നു. തലയിലും പുറത്തുമൊക്കെ ആയിട്ട് മർദ്ദിച്ച് അദ്ദേഹം അവശ നിലയിലാകുന്നു. ഡെഹ്റാഡൂണിലെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും 17 ദിവസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ഈ ഒരു വിഷയം ലോകമെമ്പാടും ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേസിസം നേരിടുന്ന വർഗ്ഗക്കാരാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യക്കാർ. ദക്ഷിണേന്ത്യയിൽ വളരെ കുറവാണ് ഇവർക്കെതിരെയുള്ള റേസിസം. എന്നാൽ കൂടുതൽ ഉത്തരേന്ത്യയിലാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അവർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ രൂപം ഒരു മംഗളോയുടെ രൂപമാണ്, അതായത് ചൈനക്കാരെ പോലെ തന്നെ ഇരിക്കും. എന്നാൽ അവർ ഇന്ത്യക്കാർ തന്നെയാണ്. നമ്മുടെ 7 സിസ്റ്റേഴ്സിലുള്ള സംസ്ഥാനക്കാർ അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മിസോറാം, മേഘാലയ, ത്രിപുര, ഈ സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് ഇവർ. ഈ ഏഞ്ചൽ ചക്മ ത്രിപുരക്കാരനാണ്. അദ്ദേഹം BSF ജവാന്റെ മകനാണ്. ചക്മ എന്നാൽ ഒരു ആദിവാസി സമൂഹമാണ് നോർത്ത് ഈസ്റ്റിലുള്ളത്. അവർ ബംഗ്ലാദേശിലുമുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് വിദ്യാർത്ഥികൾ മെയിൻ സ്ട്രീം ഇന്ത്യയിൽ ഒരുപാട് കോളേജുകൾ പഠിക്കുന്നുണ്ട്. ഇവർക്കെതിരെ വലിയ തോതിൽ റേസിസം അല്ലെങ്കിൽ വലിയ വംശീയ അധിക്ഷേപങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇവരെ മെയിനായിട്ട് ഈ നോർത്തിലൊക്കെ ഉള്ളവർക്കറിയാം, ഇവരെ മെയിനായിട്ട് കളിയാക്കുന്നതാണ് ചിങ്കി എന്ന് വിളിച്ചാണ് കളിയാക്കുന്നത്. ചിങ്കി അല്ലെങ്കിൽ അവരെ ജപ്പാനീസ് എന്ന് വിളിക്കും, ചൈനക്കാരെന്ന് വിളിക്കും, കൊറിയക്കാരെന്ന് വിളിക്കും. ഈ സംഭവം വെളിവാക്കുന്നത് ഈ വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഈ റേസിസം വലിയ തോതിലുണ്ട്. അതിൽ തന്നെ ഇപ്പം വടക്കേന്ത്യയിലെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ അറിയാം, ദക്ഷിണേന്ത്യക്കാരെ നീഗ്രോസ് എന്നും ആഫ്രിക്കക്കാരെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കാറുണ്ട് പലരും. അതായത് ഇവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ വടക്കേന്ത്യക്കാരാണ് ഏറ്റവും സുന്ദരന്മാരെന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ ഒരുപാടുണ്ട് ഈ നോർത്തിലൊക്കെ. അവരുടെ വിചാരം അവർ സായിപ്പന്മാരെന്നൊക്കെയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്നതാണ്. ഇവർക്ക് ആരെങ്കിലും കളിയാക്കണ സിവിക് സെൻസ് വളരെ കുറവുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇതിൽ തന്നെ നോർത്ത് ഈസ്റ്റുകാരെന്ന് പറയുമ്പോൾ അവരുടെ സംസ്കാരം വളരെ വ്യത്യസ്തമാണ്. ഏകദേശം ഒരു വിദേശി കൾച്ചർ പോലെയാണ് അവരുടെ ഒരു രീതി. വിദേശികളുടെ പോലെ തന്നെയാണ് അവരുടെ കൾച്ചർ, ഭക്ഷണം. അത് ഈ നാഗാലാൻഡിലുള്ളവരൊക്കെ പട്ടിയൊക്കെ കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൂടെ പോയാൽ അവിടുത്തെ മാർക്കറ്റിൽ, നമ്മൾ ഈ ചൈനീസ് മാർക്കറ്റിലൊക്കെ പോകുന്ന പോലെ പല ഈ പാമ്പിനെ കാണാൻ പറ്റും, പട്ടിയെ കാണാൻ പറ്റും, പട്ടിയൊക്കെ വെട്ടി വിൽക്കുന്ന മാർക്കറ്റൊക്കെ കാണാൻ പറ്റും. കോഴിയെ മേടിക്കാൻ പോകുന്ന പോലെ അവിടെ പോയ പട്ടിയൊക്കെ മേടിക്കാൻ സാധിക്കും. പട്ടി, പാമ്പ്, പുഴു. അപ്പോൾ അവരുടെ കൾച്ചർ വ്യത്യാസമാണ്, അവരുടെ ഡ്രസ്സിങ് വ്യത്യാസമാണ്. കുറച്ചുകൂടി മോഡേൺ ആയിട്ടാണ് അവരുടെ വസ്ത്രം ധരിക്കുന്നത്. പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ അവിടെ അറേഞ്ച്ഡ് മാരേജ് എന്ന സംസ്കാരമില്ല, ലവ് മാരേജാണ് കൂടുതലും. ഇതൊക്കെ കാണുമ്പോഴാണ് ഉത്തരേന്ത്യക്കാർക്ക് ഇവരോട് വലിയ തോതിൽ വിരോധം തോന്നാറുണ്ട്. പിന്നെ ഇവർ ഹൈജീനിക് അല്ല എന്നൊരു ചിന്ത ഇവർക്കിടയിലുണ്ട്, വടക്കേ ഇന്ത്യക്കാർക്കിടയിൽ. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു BSF ജവാന്റെ മോനാണ്. അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് വീഡിയോകളൊക്കെ വരുന്നത്. അവർ പലതരം ഇപ്പം ഇവർക്കൊക്കെ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യാൻ തന്നെ വലിയ പാടാണ്. ഇതിനെതിരെ ഗവൺമെൻറ് വലിയ നടപടികൾ എടുക്കണം. കുറ്റവാളികൾക്കെതിരെ തക്കതായ ശിക്ഷ നൽകണം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് വിളിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിലുള്ള പൗരന്മാരാണ് എല്ലാവരും. ഇവിടെ രണ്ടാം നിര പൗരന്മാരില്ല, എല്ലാവരും ഒന്നാം നിര പൗരന്മാർ മാത്രമാണ്. മലയാളിയാണെങ്കിലും തമിഴനാണെങ്കിലും തെലുങ്കിനാണെങ്കിലും ഹിന്ദിക്കാരാണെങ്കിലും ഉറുദു സംസാരിക്കുന്നവരാണെങ്കിലും നോർത്ത് ഈസ്റ്റുകാരാണെങ്കിലും എല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ്. അവിടെ ചിങ്കിയില്ല, ആഫ്രിക്കനില്ല, ചൈനക്കാരനില്ല, സായിപ്പില്ല. ഈ പറയുന്ന നമ്മളെല്ലാവരും പുറത്തു പോയാൽ നമ്മൾ ഒറ്റ ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ, ഇന്ത്യക്കാരെന്നുള്ള ഒറ്റ ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ.